ഹലോ, ഇതൊരു ഓൺലൈൻ ബിസിനസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ട് ആർക്കും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിൽ വരുമാനം കിട്ടുക എന്നൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അതിന് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഇതിൽ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇതിൽ. ഓക്കെ, ശേഷം ഇത് ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം ഇതിൽ ഈ ഒരു ലിങ്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് കാണാം, നമ്മുടെ കമ്പനിയുടെ പേര് കാണാം, AEM എന്ന് കാണാം. ലെഫ്റ്റ് സൈഡിൽ കമ്പനിയുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. വലത് ഭാഗത്ത് നമ്മുടെ ID നമ്പറും കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരു 4 ഐക്കൺ അവിടെ കാണാൻ പറ്റും. ടാസ്ക്, കസ്റ്റമർ സർവീസ്, ഗ്രേഡ്, ഇൻവൈറ്റ്. ഓക്കെ, അതെല്ലാം കാണാം. ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഹോം എന്ന ഒരു ഐക്കണുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്രൊഡക്ട്സ് എന്നൊരു ഐക്കണുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പ്രോഫിറ്റ് എന്നൊരു ഇതുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് മൈ എന്ന ഒരു ഐക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഹോമിൽ നിന്ന് തന്നെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണെന്ന്. ഇവിടെ ട്രേഡ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്വർണ്ണ ഖനന ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രേഡിംഗ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ സ്വർണം, വെള്ളി, ഇരുമ്പയിര്, ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് തൊട്ടടുത്ത ഐക്കണിലേക്ക് പോകാം. പ്രോഡക്ട്സ് എന്ന ആ ഒരു ഐക്കണിലേക്ക് പോകാം. ഓക്കെ, ഇതാ ഈ പ്രോഡക്ട്സ് എന്ന ഈ ഒരു ഐക്കണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ പ്രോഡക്ട്സുകൾ കുറേ കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം കോപ്പർ, പിന്നെ ഇതാ കണ്ടോ, കോപ്പറിൻ്റെ ആ ഒരു അയിര്, കോപ്പർ അയിര്. ഓക്കെ, ഈ ഒരു പ്രോഡക്ട്സ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 500 രൂപ സബ്സിഡി ഉണ്ട്, ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് എടുക്കാൻ ചിലവാകുന്നത് 6000 രൂപയാണ്. ഓക്കെ, ഈ 6000 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്നത് ദിവസവും നമുക്ക് 300 രൂപ വെച്ച് ദിവസവും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 730 ദിവസമാണ്, അതായത് 2 വർഷമാണ്. ഈ 2 വർഷവും ഓരോ ദിവസവും നിങ്ങൾക്ക് 300 രൂപ വെച്ച് കിട്ടും. ഓക്കെ, ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് 2,19,000 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കിവിടെ ചിലവാകുന്നത് വെറും 6000 രൂപയാണ്, നിങ്ങൾക്ക് കിട്ടുന്നത് 2,19,000 രൂപയാണ്. ഓക്കെ, തൊട്ടടുത്ത പ്രോഡക്ട്സിലേക്ക് പോകാം നമുക്ക്. ഇത് ഗോൾഡ് കോയിനാണ്. ഈ ഒരു ഗോൾഡ് കോയിൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 100 രൂപ നമുക്ക് സബ്സിഡി ഉണ്ട്. ഇതിന് നമുക്ക് ചിലവാകുന്നത് 900 രൂപയാണ്. ഓക്കെ, 900 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു പർച്ചേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡെയിലി 54 രൂപ നമുക്ക് ഡെയിലി ഇൻകമായിട്ട് കിട്ടും. ഓക്കെ, ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 365 ദിവസമാണ്. ഈ ഒരു 365 ദിവസവും നമുക്ക് 54 രൂപ വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഒരു വർഷം കൊണ്ട് നമുക്ക് 19,719 രൂപ കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സിങ്കാണ്. ഇവിടെ നമുക്ക് ഗവൺമെൻറ് 100 രൂപ സബ്സിഡി തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിലവാക്കേണ്ടത് 2000 രൂപയാണ്. 2000 രൂപ കൊടുത്താണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 120 ദിവസമാണ്. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 80 രൂപയാണ്. അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് 9600 രൂപയാണ്. ഓക്കെ, ഇനി തൊട്ടടുത്തൊരു പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സിൽവറാണ്. ഓക്കെ, ഈ സിൽവർ എന്ന് പറയുന്നത് നമ്മൾ ചിലവാക്കേണ്ടതല്ല, നമ്മൾ വാങ്ങാൻ കൊടുക്കേണ്ട ക്യാഷ് എന്ന് പറയുന്നത് 9000 ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 210 ദിവസമാണ്. നമുക്ക് ദിവസവും കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 279 രൂപയാണ്. ഓക്കെ, 279 രൂപ വെച്ച് നമുക്ക് ദിവസവും കിട്ടുന്ന ഇൻകം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 58,590 രൂപ ഒരു വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്ട്സാണ് അത്. ഓക്കെ, തൊട്ടടുത്ത് നമുക്ക് ഉള്ളത് കോപ്പറാണ്.
ഈ കോപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് വരുന്നത് 3000 രൂപയാണ്. ഓക്കെ, 3000 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കോപ്പർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്നത് 90 രൂപയാണ്. ഓക്കെ, ഓരോ ദിവസവും നമുക്ക് 90 രൂപ കിട്ടും. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 150 ദിവസമാണ്. ഈ 150 ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നത് 13,500 രൂപയാണ്. ഓക്കെ, തൊട്ടടുത്ത് മറ്റൊന്ന് വരുന്നത് ഗോൾഡ് ബാറാണ്. ഗോൾഡ് ബാറിന് നമ്മൾ ഒന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് 27,000 രൂപയാണ്. ഓക്കെ, 27,000 രൂപയ്ക്ക് നമ്മളൊരു ഗോൾഡ് ബാർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി വരുന്നത് 365 ദിവസത്തേക്കാണ്. ഓക്കെ, നമുക്ക് ഡെയിലി കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 864 രൂപയാണ്. ഓക്കെ, 864 രൂപയാണ് നമുക്ക് ഡെയിലി കിട്ടുന്ന വരുമാനം. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 3,15,360 രൂപയാണ് നമുക്ക് ഒരു വർഷം കൊണ്ട് ഇതിൽ നമുക്ക് കിട്ടുന്ന വരുമാനം. ഓക്കെ, ഇതിലൊക്കെ തന്നെ നമ്മൾ ക്യാഷ് ഒറ്റത്തവണ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു സൗകര്യം ഇതിലുണ്ട്. ഓക്കെ, ഇതിൽ ഈ പ്രോഡക്ട്സുകളൊക്കെ വീണ്ടും കഴിയുന്നതനുസരിച്ച് വേറെ ഓരോ പ്രോഡക്ട്സുകൾ ഇതിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ പ്രോഡക്ട്സുകളെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ബോധ്യമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തൊട്ടടുത്ത് പ്രോഫിറ്റ് എന്ന ഒരു ഇതിലേക്ക് പോവാം. ഓക്കെ, പ്രോഫിറ്റ് എന്ന ഐക്കണിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഫിറ്റിനെ കുറിച്ചുള്ള ഒരു ഐക്കൺ ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ എടുത്തത് ഗോൾഡ് ബീൻസ് എന്ന ഒരു പ്രൊഡക്ട്സാണ്. പക്ഷെ അതിപ്പോൾ ഇതില്ല, അത് കഴിഞ്ഞു പോയി. ഞാൻ എടുത്തത് അതിന് ഞാൻ കൊടുത്തത് 500 രൂപയാണ്. ഓക്കെ, 500 രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്നത് ദിവസം 30 രൂപ വെച്ചാണ്. ഓക്കെ, ദിവസം 30 രൂപ. ഓക്കെ, ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു 30 രൂപ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകളിൽ ടൈം കൊടുത്തിട്ടുണ്ട് 8 മണിക്കൂർ 57 മിനിറ്റ് 36 സെക്കൻഡ്. ഓക്കെ, എനിക്ക് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വരുമാനം 30 രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ തലേ ദിവസത്തെ 30 രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഈ ഒരു 16-ാം തീയതിയത്തെ വരുമാനം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും മണിക്കൂർ കഴിയണം, അഥവാ 8 മണിക്കൂർ 57 മിനിറ്റും 17 സെക്കൻഡ് കഴിയണം. ഈ ടൈം മൊത്തത്തിൽ ഇവിടെ 0000 ആകുമ്പോഴേക്കും താഴെ റിയൽ ടൈം റവന്യൂ എന്ന് കാണുന്നില്ലേ, ഇവിടെ നിങ്ങൾക്ക് RS30 എന്ന് കാണാൻ പറ്റും. ഇവിടെ 30 എന്ന് കാണുന്ന ഈ സമയത്ത് ഇത് തൊട്ടുപുറത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഗെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതില്ലേ, അവിടെ ഒരു ലൈറ്റ് ഇതാവും, അതൊന്ന് ഞെക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ഒരു 30 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇതിന് ഓരോ ദിവസവും വരുമാനം കിട്ടുന്നത്. ഓക്കെ, ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞ് മറ്റൊരു വരുമാനം നമുക്കിന്ന് കിട്ടണമെങ്കിൽ 24 മണിക്കൂർ സമയമുണ്ട്. ആ ടൈമർ മുകളിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത മൈ എന്ന ആ ഒരു ഇൻകമിൽ ഐക്കണിലേക്ക് പോവാം. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഇന്നലെ കിട്ടിയ 30ഉം അതിന് തലേന്ന് കിട്ടിയ 30ഉം അങ്ങനെ 60 രൂപ എൻ്റെ ബാലൻസിൽ അവിടെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ വിത്ത്ഡ്രോഡ് ചെയ്യാനുള്ള ഇതുണ്ട്. വിത്ത്ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വിത്ത്ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 210 രൂപ ഇതിലാവുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് ക്യാഷ് വിത്ത്ഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് താഴെ ഒരു 5 ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഇതവിടെ കാണാം. അത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല, അവിടെ കട്ടെ. അതിൻ്റെ അപ്പുറത്ത് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഐക്കൺ, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ബാങ്കും ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണിത്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്യാഷ് ബാങ്കിലേക്ക് വിത്ത്ഡ്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ട സ്ഥലമാണ്. ഓക്കെ, തൊട്ട് മുകളിലുള്ള ഡിവിഡൻഡ് റെക്കോർഡ്. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് വരുന്ന നമ്മുടെ പദവിയുടെ ഓരോ പദവിക്ക് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ക്യാഷിൻ്റെ ആ റെക്കോർഡൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ 2 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും ലഭ്യമായിട്ടില്ല. ഓക്കെ, തൊട്ടിപ്പുറത്ത് കമ്മീഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, കമ്മീഷനും എനിക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. കമ്മീഷനൊക്കെ വന്ന് തുടങ്ങണമെങ്കിൽ ഞാനൊന്നുകൂടി സജീവമാവേണ്ടതുണ്ട്. അപ്പോൾ കമ്മീഷനൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, കമ്മീഷൻ വരുന്ന വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാം.
അതിൻ്റെ പുറത്ത് ഫണ്ടിങ് ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് നോക്കാം. നമ്മൾ ഇവിടെ നമ്മൾ ഫണ്ട് ചെയ്തതിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഏൺ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഫണ്ട് ചെയ്തത്, ഇൻവെസ്റ്റ് ചെയ്തത് 500 രൂപയാണ്. റീചാർജ് ചെയ്തതും 500 രൂപ തന്നെയാണ്. അതിൽ ഞാൻ ഏൺ ചെയ്തത് 30 രൂപയും പിന്നെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കമ്പനി തന്ന ഒരു 30 രൂപ, അങ്ങനെ 60 രൂപയാണ് എൻ്റെ ബാലൻസിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് തൊട്ടടുത്ത ഇതിലേക്ക് തന്നെ പോവാം. ഇവിടെ എന്തെങ്കിലും ഓക്കെ, പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് പറയാനുള്ളത്, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമ്മൾക്ക് ഇതിൽ വരുന്ന പണി എന്താണ് എന്നുള്ള പറയാം. നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിൽ ഒരു 4 ഐക്കൺ കാണുന്നില്ലേ, ആ ഐക്കണിൽ ഒന്ന് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് 4 ടാസ്കുകൾ നമുക്ക് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ കുറഞ്ഞത് നമ്മളൊരു 10 പേരെ ഇതിലേക്ക് പിന്നെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 50 രൂപ കമ്പനി തരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ചേർത്തി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അവിടെ നമുക്ക് ഗ്രേഡ് കൂടുന്നതിനനുസരിച്ചാണ് ഈ താഴോട്ടുള്ള എല്ലാ ഇതും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ച് അങ്ങോട്ട് പോവാം. പിന്നെ ഇത് കസ്റ്റമർ സർവീസ്, നമ്മുടെ മാനേജർ, ഏറ്റവും വലിയ ഈ ഒരു കമ്പനിയുടെ വലിയ മാനേജറാണ് ഇവർ. ഇന്ദിര ഠാക്കൂർ മാഡമാണ് ഈ കമ്പനിയുടെ ജനറൽ മാനേജർ. ഓക്കെ, പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഗ്രേഡ് അടിച്ചു നോക്കാം. ഇവിടെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ VIP 1 എന്ന ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇങ്ങനെ VIP 1 VIP 2 നമ്മൾ ഓരോ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ആൾക്കാരെയും ഇതിലേക്ക് ചേർത്തതനുസരിച്ച് നമ്മളിങ്ങനെ VIP 1 VIP 2 VIP 3 എന്നിങ്ങനെ നമ്മൾ VIP 30 വരെ ഇതിൽ പോകുന്നുണ്ട്. ഓക്കെ, ഈ 30 എത്തുമ്പോഴേക്കും നമ്മൾ നല്ലൊരു ഹൈ ലെവലിലേക്ക് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇതിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്റ്റീവായി കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഒരു ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊന്ന് ലോഗിൻ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീലുണ്ട്. ഓക്കെ, നമ്മൾ ഒരാളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, അയാൾ ഇതിൽ രജിസ്റ്റർ ചെയ്തു, അയാൾ റീചാർജും ചെയ്ത് കഴിഞ്ഞാൽ ഈ വീലിൻ്റെ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ഒരു ബട്ടണിന് ഫ്ലാഷ് വരും. അത് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഇതൊരു വീലാണ്. ഈ സ്പിൻ വീല് കറങ്ങിയിട്ട് എവിടെയാണോ ഇത് സ്റ്റോപ്പാവുന്നത്, അത് ഏത് സംഖ്യയുടെ ഇതിലാണോ സ്റ്റോപ്പാവുന്നത്, ആ സംഖ്യ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ 20 രൂപ മുതൽ 20,000 രൂപ വരെ ഈ വീലിൽ ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, അത് ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീല് കറക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഈ കമ്പനി നമുക്ക് നിങ്ങൾ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ, നമ്മളൊരു VIP ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കമ്പനി നമുക്ക് ഒരു ദിവസം 2 തവണയായിട്ട് 2 കോഡുകൾ തരും. ഓക്കെ, 2 കോഡുകൾ. ഈ കോഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കോഡ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഈ ട്രഷർ ചെസ്റ്റ് എന്നൊരു കാണുന്നില്ലേ, അവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലീസ് എൻ്റർ പാസ്വേഡ്, അവിടെ നമ്മൾ ഈ ഒരു കോഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ നിന്നൊരു സംഖ്യ നിങ്ങൾക്ക് വേറെയും കിട്ടും. ഓക്കെ, അങ്ങനെ വരുമാനത്തിൻ്റെ ഒരുപാട് മേഖലകൾ തുറന്നു കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഓക്കെ, താല്പര്യമുള്ള ആർക്കായാലും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ സന്ദേഹങ്ങൾക്കും ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുക. നല്ലൊരു സംഖ്യ നിങ്ങൾ വരുമാനമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഗുഡ് ലക്ക്.